ക്രൈസ്തലോ റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അവൻ തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കും. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ കൂടെ ഒരു ചോദ്യമായി ഇന്ന് രാവിലെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ, നമുക്കെല്ലാവർക്കും വേണ്ടി നൽകി തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കും. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞ് പ്രാണവേദനയിലായ യേശു കർത്താവ് തന്റെ പിതാവിനോട് അപേക്ഷിക്കുന്നു. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിയെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതത്തിനായി, അങ്ങയുടെ ഇഷ്ടത്തിനായി ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ച ഒരു പുത്രൻ. ഈ പുത്രനെ ഇത്ര വലിയൊരു അനുഭവത്തെ കണ്ടിട്ടും അല്പം പോലും ദയ തോന്നാത്തവനെ പോലെ നിന്ന് എന്തിനു വേണ്ടി? താൻ സൃഷ്ടിച്ച മനുഷ്യന് എന്നേക്കും ഒരു രക്ഷ കൊടുക്കണം, സൃഷ്ടിച്ച മനുഷ്യന് എന്നേക്കും ഒരു നിത്യജീവനെ ദാനം ചെയ്യണം. ഈ മനുഷ്യൻ എൻ്റെ കൈയുടെ സൃഷ്ടിയാകയാൽ ഇവൻ നശിച്ചു പോകുവാൻ പാടില്ല. ഈ ഒരൊറ്റ ആഗ്രഹം, പിതാവായ ദൈവത്തിൻ്റെ ആ ആഗ്രഹമാണ് പുത്രനായ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജാതനായ സ്വന്തം പുത്രനായിരുന്ന ആ ക്രിസ്തുവേശുവിൻ്റെ മരണസമയത്ത് വല്ലാതെ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ചെവി തുറക്കാതെ തൻ്റെ കൈവിരുതായ തൻ്റെ കൈകളുടെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കണം, അവൻ എന്നേക്കുമുള്ള നിത്യജീവനെ അവകാശമായി കൊടുക്കണം. അതിനു പകരമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ പിതാവായ ദൈവം പുത്രനെ വിട്ടുകൊടുത്തു. ലോകത്തിന് റോമ പടയാളികൾക്ക് തകർത്ത് കളയുവാൻ വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഇന്ന് രാവിലെ നമ്മോട് ചോദിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുന്നു. രാവിലെ സമയം എന്തിനെ ഓർത്താണ് വ്യാകുലപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ് ചോദിച്ച് ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നത്? എന്നേക്കുമുള്ള നിത്യജീവനെ അവൻ നമുക്ക് അവകാശമായി നൽകി തന്നിരിക്കുക. യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അങ്ങനെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ട നമുക്ക് വേണ്ടി എന്നേക്കുമുള്ള നിത്യജീവനെ കർത്താവ് പ്രദാനം ചെയ്തിരിക്കുന്നു. സ്നേഹിത, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഈ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. ഇന്ന് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവനെ സമർപ്പിക്കുക. ഈ ലോകവാസം 70, ഏറെയായാൽ 80, ഇത് വേഗം തീരും. അതിനുശേഷം നാം പറന്നു പോകും, നമ്മുടെ ആത്മാവ് പറന്നു പോകും. എങ്ങോട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് നിത്യതയിലേക്ക്, കർത്താവായ യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, അതേ സ്വർഗീയ സന്നിധാനത്തിലേക്ക് പോകണമെങ്കിൽ രക്ഷാ ജീവിതത്തിൽ കരസ്ഥമാക്കണം. ഈ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തണം. അതിനാകെ ഏക പോം വഴി എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ സ്നാനം, അതേ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ദൈവവചനപ്രകാരമുള്ള സ്നാനമേറ്റ് ദൈവ പൈതലായി തീരണം. അങ്ങനെയെങ്കിൽ ഈ നന്മ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അങ്ങനെ പുത്രനെ ഏൽപ്പിച്ചു തന്ന പിതാവ് ചോദിക്കുന്നു, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, കഷ്ടമുണ്ട്, ദാരിദ്ര്യമുണ്ട്, വിവിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടുന്നു. ഏതൊന്നിനെയും ഏതൊരു സമയത്തും അതിനെ തീർത്തു തന്നാതിരിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ പ്രിയരെ, ഭാരപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അവനായി കാത്തിരിക്കുക, അവൻ നമ്മെ സഹായിക്കും. കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. ആകയാൽ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.